പരിശുദ്ധ ഖുർആൻ വലിയ അത്ഭുതങ്ങളുടെ ഒരു കലവറയാണ്. എത്ര ഓതിയാലും മടുക്കാത്തൊരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഖുർആന്റെ ഓരോ അക്ഷരങ്ങൾക്കും ഓരോ പുള്ളികൾക്ക് പോലും വലിയ ശ്രേഷ്ഠതയുണ്ട്. ഈ ഖുർആന്റെ ചില സൂറത്തുകൾ നമ്മൾ ക്ലാസ്സുകളിലൊക്കെ കേട്ടിട്ടുണ്ടില്ലേ, പല സൂറത്തുകളും. ഇന്നത്തെ ഒരു സൂറത്ത് ഞാൻ പറഞ്ഞുതരാം, അത്ഭുതപ്പെടുത്തുന്ന ഒരു സൂറത്ത്, നമ്മുടെ ജീവിതത്തിൽ വലിയ കാവൽ ലഭിക്കാൻ കാരണമാകുന്ന ഒരു സൂറത്ത്. ഈ സൂറത്ത് നിരന്തരം പാരായണം ചെയ്യുന്നവർക്ക് ഈ ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ വെള്ളിയാഴ്ചകളുടെയും കണക്കനുസരിച്ച് നന്മകൾ ലഭിക്കുന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരു സൂറത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും വലിയ ഏതോ സൂറത്താണെന്ന്. അല്ല, 30-ാമത്തെ ജുസ്ഇലെ ചെറിയ സൂറത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സൂറത്താണ്. കുറഞ്ഞ ആയത്തുകൾ മാത്രമുള്ള, പെട്ടെന്ന് ഓതി തീർക്കാൻ പറ്റുന്ന, വളരെ മനോഹരമായി ഓതാൻ പറ്റുന്ന ഒരു സൂറത്ത്. ഇൻഷാ അല്ലാഹ് ഏതാണെന്ന് കേട്ടു നോക്കാം. വീഡിയോ മുഴുവനായി കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ. അൽ-അദ്കാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ ഓരോ ആയത്തുകളും അക്ഷരങ്ങളും നമുക്ക് വഴികാട്ടികളാണ്. ഓരോ പുള്ളികളും അതിൻ്റെ ഹർക്കാത്തുകളും നമുക്ക് വഴികാട്ടികളാണ്. ആ ഖുർആൻ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ആളുകൾ വിജയിച്ച ചരിത്രം മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഖുർആൻ ഒരു വഴികാട്ടിയാണ്. ഖുർആൻ നമുക്കൊരു മാർഗദർശിയാണ്, നമുക്ക് ഹിദായത്തിനുള്ള മാർഗമാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് ഖുർആന്റെ ശ്രേഷ്ഠത എത്രയും പറഞ്ഞാൽ തീരൂല, അല്ലേ? ആരെങ്കിലും ഒരാൾ ഒരു ഹർഫ് പാരായണം ചെയ്താൽ, കൂടുതൽ ഓതണമെന്നല്ല, ഒറ്റ ഹർഫ് ഓതിയാൽ തന്നെ അയാൾക്ക് 10 നന്മ ഏറ്റവും കുറഞ്ഞത് ലഭിക്കും. ഏറ്റവും കുറഞ്ഞതാണ് പറഞ്ഞത്. അതിനേക്കാൾ കൂടുതൽ അള്ളാഹു ഉദ്ദേശിച്ചാൽ വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, അതിന് കണക്കുണ്ടാവില്ല. ഏറ്റവും കുറഞ്ഞത് 10 നന്മ ഒരക്ഷരത്തിന് ലഭിക്കും. അപ്പോൾ ഒരാൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ആത്മാർത്ഥമായി നല്ല ഹൃദയത്തോടു കൂടിയിട്ട് ഖുർആൻ എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് ഓതിക്കഴിഞ്ഞാൽ കുറഞ്ഞത് 190 നന്മ അയാൾക്ക് ലഭിക്കാൻ അത് തന്നെ കാരണമായി തീരും. ഒരു നന്മ ചെയ്യണമെങ്കിൽ എത്ര സമയം നമ്മൾ മെനക്കണം? ആ ഒരു നന്മയുടെ സ്ഥാനത്ത് ഇങ്ങനെ കുറഞ്ഞ സമയം കൊണ്ട്, കുറഞ്ഞ സെക്കൻഡുകളെ കൊണ്ട് ലക്ഷക്കണക്കിന് നന്മകൾ ലഭിക്കാൻ കാരണമാകുന്ന ഒരേ ഒരു അമൽ വിശുദ്ധ ഖുർആന്റെ പാരായണമാണ്. അള്ളാഹു ജീവിതത്തിൽ ഒരുപാട് പാരായണം ചെയ്യാനുള്ള ഭാഗ്യം നൽകട്ടെ. ഒരു അത്ഭുതപ്പെടുത്തുന്ന സൂറത്ത് നമുക്കിന്ന് കേൾക്കാം. ഒരുപാട് സൂറത്തുകളെ പറ്റി നമ്മൾ പറയുകയുണ്ടായി. സൂറത്തു അലം നശ്റഹ് സൂറത്തും, സൂറത്തുൽ കാഫിറൂനും, ഖുൽ ഹുവല്ലാഹു അഹദും, അതുപോലെ തന്നെ സൂറത്തുൽ ബഖറയും, അൻആം, ഇങ്ങനെ തുടങ്ങിയിട്ട് പല സൂറത്തുകൾ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. അമ്മ ജുസ്ഇലെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ബുറൂജ് എന്ന ഒരു സൂറത്ത് നമുക്ക് കാണാൻ കഴിയും. വസ്സമാഇ ദാത്തിൽ ബുറൂജ്. എന്താണ് ഈ സൂറത്ത് ഓതിയാലുള്ള ഗുണമെന്നറിയോ? വസ്സമാഇ ദാത്തിൽ ബുറൂജ് വൽ യൗമിൽ മൗഊദ് വശാഹിദിൻ വമഷ്ഹൂദ് ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ് അന്നാരി ദാത്തിൽ വഖൂദ്. ഓതാൻ വളരെ രസമുള്ളൊരു സൂറത്ത് കൂടിയാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് ഒന്ന് കുറച്ച് ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സമാഇ ദാത്തിൽ ബുറൂജ് واليوم الموعود وشاهد ومشهود قتل أصحاب الأخدود النار ذات الوقود إذ هم عليها قعود وهم على ما يفعلون بالمؤمنين شهود وما نقموا منهم إلا أن يؤمنوا بالله العزيز الحميد الذي له ملك السماوات والأرض والله على كل شيء شهيد. സദഖല്ലാഹുൽ അദീം. ഇങ്ങനെ വളരെ മനോഹരമായി ഓതാൻ പറ്റിയ ഒരു സൂറത്താണ് സൂറത്തുൽ ബുറൂജ്. ഈ ഒരു സൂറത്ത് പാരായണം ചെയ്യുന്ന ആൾക്ക് കിട്ടുന്ന നേട്ടം സുബ്ഹാന ജല്ല ജലാലു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊക്കെ പറയാ, മൻ ഖറഅഹ, ആരെങ്കിലും ഒരാൾ ഈ ഒരു സൂറത്ത് പാരായണം ചെയ്തു, ഇതൊരു തവണ ഓതി, എന്നാൽ അഅ്താഹുല്ലാഹു മിനൽ അജ്രി ബിഅദദി കുല്ലി യൗമി ജുമുഅ, ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ ജുമുഅ നിസ്കാരത്തിന്റെയും എണ്ണത്തിനനുസരിച്ച് ഇനി വരാനുള്ള എല്ലാ ജുമുഅയുടെയും വെള്ളിയാഴ്ച ദിവസത്തിന്റെയും എണ്ണത്തിനനുസരിച്ച് ആ വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അജ്ർ നൽകുന്നതാണ്, കൂലി നൽകുന്ന. ഓരോ വെള്ളിയാഴ്ചയുടെ കൂലി എത്രയാണെന്നറിയോ? അതുപോലെ ഈ ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ വെള്ളിയാഴ്ചയും ഇനി വരാനുള്ള മുഴുവൻ വെള്ളിയാഴ്ചകളുടെയും കൂലി എന്ത് ചെയ്യും? ഈ ഒരു സൂറത്ത് ഒരു തവണ പാരായണം ചെയ്യുന്ന ആൾക്ക് അള്ളാഹു കൊടുക്കും. നോക്കുങ്ങൾ എത്ര കൂലി അയാൾക്ക് ലഭിക്കുന്നു. അത് മാത്രമല്ല, വകുല്ലി യൗമി അറഫത യകൂനു ഫീ ദാരി ദുനിയ 10 ഹസനാത്ത്. നോക്ക്, ഈ ലോകത്ത് കഴിഞ്ഞു പോയ മുഴുവൻ അറഫാ ദിവസത്തിന്റെയും നേട്ടം, അതും ഒരു തവണയായിട്ടല്ല, 10 ഹസനാത്തിൽ
10 നന്മകളായിട്ട് എന്ത് ചെയ്യും, അതായത് 10 ഇരട്ടിയായിട്ട് ഈ എല്ലാ ജുമുഅ നിസ്കാരങ്ങൾ, എല്ലാ ജുമുഅ ദിവസങ്ങളുടെയും എല്ലാ അറഫ ദിവസങ്ങളുടെയും നേട്ടം ഈ മനുഷ്യന് ഒരൊറ്റ സൂറത്ത് പാരായണം ചെയ്യുന്നത് കൊണ്ട് എഴുതപ്പെടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായത്? ഈ ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ അറഫ ദിവസവും, ഈ ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ വെള്ളിയാഴ്ച ദിവസവും, ഇനി വരാനുള്ള മുഴുവൻ അറഫ ദിവസവും, ഇനി വരാനുള്ള മുഴുവൻ വെള്ളിയാഴ്ച ദിവസവും, ഈ ദിവസങ്ങളുടെയൊക്കെ പ്രത്യേകത നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഈ ദിവസങ്ങളുടെയൊക്കെ ആ ഒരു കൂലി 10 ഇരട്ടിയായിട്ട് എന്ത് ചെയ്യും, ഈ ഒരു സൂറത്ത് ഒരു തവണ പാരായണം ചെയ്യുന്ന ആൾക്ക് അള്ളാഹു നൽകുന്നതാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഓതാനുള്ള ഭാഗ്യം നൽകട്ടെ, അല്ലേ? പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. വളരെ എളുപ്പത്തിൽ ഓതാൻ കഴിയും. 22 ആയത്തുകൾ മാത്രമേ ഉള്ളൂ. അതും ചെറിയ ഇപ്പം ഞാൻ ഓതി വസ്സമാഇദാത്തിൽ ബുറൂജ്, വലിയ യൗമിൽ മഊദ്, ഇങ്ങനെ തുടങ്ങുന്ന ചെറിയ 22 ആയത്തുകൾ മാത്രമുള്ളൊരു ചെറിയ സൂറത്താണ്. ഇനി അടുത്ത മറ്റൊരു ഹദീസ് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ആരെങ്കിലും ഒരാൾ മൻ ഖറഅ വസ്സമാഇദാത്തിൽ ബുറൂജ്, ആരെങ്കിലും ഒരാൾ വസ്സമാഇദാത്തിൽ ബുറൂജി എന്ന സൂറത്ത് പാരായണം ചെയ്തു ഫി ഫറാഇദിഹി, അവന്റെ ഫർള് നിസ്കാരങ്ങളിൽ ഓതി. ഫർദ് നിസ്കാരം നിസ്കരിക്കുന്ന കൂട്ടത്തിൽ വസ്സമാഇദാത്തിൽ ബുറൂജി എന്ന സൂറത്ത് ഓതിയിട്ട് അയാൾ ഫർദ് നിസ്കരിച്ചു. എന്നാൽ ഫഇന്നഹാ സൂറത്തുൻ നബിയ്യീൻ, ഇത് സൂറത്തുൻ നബിയ്യീൻ എന്ന് വെച്ചാൽ നബിമാരുടെ സൂറത്താണ്, പ്രവാചകന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കരിഞ്ഞരുളിയ സൂറത്താണ് ഇത്, സൂറത്തുൽ ബുറൂജ്. അപ്പോൾ ഈ ഒരു സൂറത്ത് ആരെങ്കിലും പാരായണം ചെയ്തു കഴിഞ്ഞാൽ കാന മഹ്ശറുഹു വ മൗഖിഫുഹു മഅൻ നബിയ്യീന വൽ മുർസലീന വസ്സാലിഹീൻ, നാളെ മഹ്ശറ വൻ സബയിലും അതുപോലെ തന്നെ ആ മഹ്ശറിൽ ഒരുമിച്ച് കൂടലും അവിടെ മഹ്ശറിൽ നിൽക്കലും പ്രവാചകന്മാരായി നബിമാരായ മുർസലീങ്ങളായ സ്വാലിഹീങ്ങളോടൊപ്പമായിരിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ ഒരു സൂറത്ത് പാരായണം ചെയ്യുന്ന നാളെ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടുന്നത് പ്രവാചകന്മാരോടായിരിക്കും. അല്ലാഹ് നമുക്ക് അതിന് ഭാഗ്യം നൽകട്ടെ, അല്ലേ? അതിനുള്ള ഭാഗ്യം നൽകാൻ ആ കൂട്ടത്തിലൊക്കെ ചെന്ന് നിൽക്കാനുള്ള യോഗ്യത നമുക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അമലുകളെ കൊണ്ട് നമുക്ക് അതിനുള്ള ഭാഗ്യം ലഭിക്കുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള അമലുകൾ അധികരിപ്പിക്കാൻ ശ്രമിക്കണം. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഇനി ഇതൊന്ന് ആൾക്ക് കിട്ടുന്ന, ദുനിയാവിൽ കിട്ടുന്ന ചില നേട്ടങ്ങളൊന്ന് പറഞ്ഞുതരാം. നമ്മൾ രാവിലെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവരാണ്. നമ്മുടെ മക്കൾ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നവരാണ്. അതുപോലെ തന്നെ ഈ രണ്ടു കൂട്ടർക്കും, അതായത് പുറത്തേക്ക് പോകുന്ന ആളുകൾക്കും കാവൽ വേണം, അതുപോലെ നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്കും കാവൽ ലഭിക്കണം, ഇല്ലേ? എന്തെങ്കിലുമൊക്കെ മുസീബാത്തുകൾ, ഇടങ്ങേറുകളൊക്കെ വരുന്നതിന് തൊട്ട് വലിയ കാവൽ നമുക്ക് വേണം. അപ്പോൾ ഈ ഒരു സൂറത്ത് ആരെങ്കിലും പാരായണം ചെയ്തു കഴിഞ്ഞാൽ അവരുടെ വീട്ടിലും അതുപോലെ അഹ്ലിലും ലിഹിഫ്ളിൽ ബൈത്തി വ അഹ്ലിഹി, നമ്മുടെ വീട്ടിലും കാവൽ ലഭിക്കാൻ, അതുപോലെ നമ്മുടെ അഹ്ലുകാരിൽ, കുടുംബത്തിൽ, ഭർത്താവിൽ, ഭാര്യയിൽ, മക്കളിൽ, മാതാപിതാക്കളിൽ, ബന്ധുമിത്രാദികളിലൊക്കെ കാവൽ ലഭിക്കാൻ കാരണമായി തീരും ആരെങ്കിലും ഒരാൾ ഇഖ്റഅഹ ഇൻദ ഖുറൂജിക മിനൽ മൻസിൽ, വീട്ടിൽ നിന്നും പുറപ്പെടുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ ഈ ഒരു സൂറത്ത് പാരായണം ചെയ്തിട്ടാണ് പോകുന്നത് എങ്കിൽ ആ വ്യക്തിയുടെ വീട്ടിലും കുടുംബത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ കാവൽ നൽകുന്നതാണ് എന്ന്. നമുക്ക് എല്ലാ മുസീബാത്തുകളിൽ നിന്നും കാവൽ ലഭിക്കാൻ ഈ ഒരു സൂറത്ത് പാരായണം ചെയ്യൽ. അത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് കുറഞ്ഞ സമയം മതി, ഒരു 5 മിനിറ്റ് പോലും വേണ്ട ഈ ഒരു സൂറത്ത് ഓതാൻ. 5 മിനിറ്റ് ഒന്നും വേണ്ട, 2 മിനിറ്റ് കൊണ്ട്, കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഓതി തീർക്കാൻ പറ്റും. അത്ര സമയം ഒന്ന് മെനക്കെട്ടിട്ട് ഈ ഒരു സൂറത്ത് ഇത് കാണാൻ പഠിച്ചു വെക്കുകയാണെങ്കിൽ നമ്മൾ പോകുന്ന വഴിയിലൊക്കെ നമുക്ക് ഓതാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മുടെ മക്കളെ ഇതൊന്ന് പഠിപ്പിച്ചു കൊടുക്കാം. അങ്ങനെ അവർ ഓതുമ്പോൾ അവർക്കും കാവൽ ലഭിക്കും, നമുക്കും കാവൽ ലഭിക്കും. നമ്മൾ ഓതിയാൽ നമുക്കും കാവൽ ലഭിക്കും, അതുപോലെ നമ്മുടെ കുടുംബത്തിനും കാവൽ ലഭിക്കും, നമ്മുടെ വീട്ടിൽ കാവലുണ്ടാകും. സകല ശർറു ബലാഉ മുസീബാത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ കാരണമായി തീരും. ഇനി രാത്രി ആരെങ്കിലും പാരായണം ചെയ്തു കഴിഞ്ഞാൽ, ഉറങ്ങുന്ന സമയത്ത് ആരെങ്കിലും ഇത് പാരായണം ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് രാത്രി മുഴുവൻ കാവൽ ലഭിക്കുന്നതാണ്. ആ രാത്രി ഒരു മുസീബാത്തുകളും അയാളെ തേടി അയാളുടെ വീട്ടിലേക്കോ കുടുംബത്തിലേക്കോ കടന്നു വരൂല. ഒരു അടങ്ങിയറുകളും വരൂല. ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇത് അവർക്കുള്ളൊരു പിടിവള്ളിയാണ്, ഒരു പ്രൊട്ടക്ഷനാണ്. ഒറ്റയ്ക്ക് പുറത്തേക്ക് യാത്ര ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവരിത് കൂടെ കരുതേണ്ടതാണ്. ദൂരയാത്ര പോകുന്ന ആളുകൾക്കൊക്കെ ഇതൊരു കാവലായിട്ട് കൊണ്ടു നടക്കാൻ പറ്റിയൊരു സൂറത്താണ് സൂറത്തുൽ ബുറൂജ്. ഓതാൻ വളരെ എളുപ്പമാണ്, ഓതാൻ മനോഹരമായ സൂറത്താണ്, കൊണ്ടു നടക്കാനും വളരെ എളുപ്പമുള്ള ഒരു സൂറത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. ഇങ്ങനെ തുടങ്ങി നമ്മുടെ ജീവിതത്തിൽ വലിയ കാവൽ ലഭിക്കാൻ കാരണമായി തീരുന്ന ഒരു മഹത്തായ ഒരു സൂറത്ത്. കേവലം 22 ആയത്തുകൾ മാത്രമേ ഉള്ളൂ. അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാൻ ഭാഗ്യം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കുക. മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.